നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്ക് ഫാറ്റി ലിവർ ആഹാരത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഫാറ്റി ലിവർ. ലിവറിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതാണ് ഫാറ്റി ലിവറിന് കാരണമാകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കുറച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത് ഫാറ്റി ലിവർ പ്രധാനമായി രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. ആൽക്കഹോളിക് ഫാറ്റി ലിവർ മദ്യപാനം മൂലം ഉണ്ടാകുന്നതാണ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എക്സസ് ബ്ലഡ് ഷുഗർ ഉള്ളവർ, ഡയബറ്റിസുകാരിൽ, ഹൈ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഉള്ളവരിൽ, അമിത വണ്ണമുള്ളവരിൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഇതിൻ്റെ ഡയറ്റ് മാനേജ്മെന്റ് ആൻഡ് മോഡിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു 7 തൊട്ട് 10% ബോഡി വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ കുറച്ച് വെക്കേണ്ടതാണ്. അതിനുവേണ്ടി കാർബോഹൈഡ്രേറ്റിന് നിയന്ത്രണം കൊണ്ടുവരണം. കാർബോഹൈഡ്രേറ്റുകളായ അരിയാഹാരങ്ങൾ, ഗോതമ്പാഹാരങ്ങൾ, ഇതെല്ലാം കുറച്ച് വെച്ചേക്കേണ്ടതാണ്. അതുപോലെ തവിട് നീക്കാത്ത ധാന്യങ്ങൾക്ക് പകരം തവിടോടുകൂടിയുള്ള ആഹാരങ്ങൾ, മൈദ ചേർത്ത ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി നിർത്താനും ഓർക്കേണ്ടതാണ്. ഇനി പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകൾ ഉൾപ്പെടുത്തുക. അതിനുവേണ്ടി മുട്ടവെള്ള, മത്സ്യം, കോഴിയിറച്ചി, പയറുവർഗ്ഗങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ, ഇവയൊക്കെ ഉപയോഗിക്കുക. അണ്ടിപ്പരിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നിയന്ത്രിച്ച് മാത്രമാകണം, ഒരു 7 എണ്ണം എന്ന ക്രമത്തിലൊക്കെ മതിയാകുന്നതാണ്. ഇനി പ്രധാനമാണ് ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ. ഫൈബറിന് വേണ്ടി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തണം. വെജിറ്റബിൾ സാലഡ്സ് ആയിട്ട് ഉൾപ്പെടുത്താം. ഇലക്കറികൾ, പച്ചക്കറികളാകാം. ഒരു ദിവസം 300 ഗ്രാം പച്ചക്കറികളെങ്കിലും ആഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ കൊഴുപ്പ്, സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലായിട്ടുള്ള റൂട്ട് വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, അതുപോലെയുള്ള റൂട്ട് വെജിറ്റബിൾസ് അളവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സുകൾ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ്. കലോറിഫിക് വാല്യൂ കുറവുള്ള ഫ്രൂട്ട്സുകൾ, അതിൽ ആപ്പിള്, പേരയ്ക്ക, പപ്പായ പോലെയുള്ളത് ഉൾപ്പെടുത്താവുന്നതാണ്. ഏത്തപ്പഴം, മാങ്ങ, ഗ്രേപ്സ് പോലെയുള്ള പഴങ്ങൾ നിയന്ത്രിച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇനി എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, എണ്ണ പലഹാരങ്ങൾ, ഇതിനെല്ലാം നല്ല നിയന്ത്രണം കൊണ്ടുവരണം. വറുത്തു പൊരിച്ച ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സുകൾ, മൈദ ചേർത്ത ആഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അതുപോലെയുള്ള ഹൈലി റിഫൈൻഡ് ഫുഡ്സുകൾ, ഇതെല്ലാം കഴിവതും ഒഴിവാക്കി നിർത്തണം. വ്യായാമം നിർബന്ധമായും വേണം. ദിവസം 45 മിനിറ്റേലും വ്യായാമത്തിന് മാറ്റിവെക്കണം. മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം. അതിനുവേണ്ടി യോഗ, മെഡിറ്റേഷൻ സ്വീകരിക്കാവുന്നതാണ്. ചിട്ടയായ ഒരു ഭക്ഷണക്രമവും സമയം കറക്റ്റാക്കി വെക്കാൻ നോക്കണം. ഭക്ഷണത്തിലെ സമയം പ്രധാനമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കുക. രാത്രിയിൽ ഭക്ഷണം വൈകി കഴിക്കാതിരിക്കുക. രാത്രി ഭക്ഷണം വൈകി കഴിക്കുന്നത് അബ്ഡോമിനൽ ഫാറ്റ്, നമുക്ക് വയറിൽ ഫാറ്റ് ഉണ്ടാകാൻ കാരണമാകും. അത് ഫാറ്റി ലിവറിലേക്ക് എത്തിക്കും. സമയനിഷ്ഠയായി ഭക്ഷണം ശീലിക്കുക. അതിൽ തന്നെ കറക്റ്റായിട്ടുള്ള വ്യായാമവും മാനസിക സമ്മർദ്ദം കുറച്ചു വെച്ചിട്ടുള്ള ഒരു ഡയറ്റും എല്ലാം നോക്കി ഫാറ്റി ലിവറിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം.